ആരാണ് ഫാസിസ്റ്റ്? ഖൊമേനിയാണോ നരേന്ദ്രമോദിയാണോ? നമ്മൾ ഇന്ത്യയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു പുരോഗമനവാദി എന്നുള്ള പട്ടം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളൊരു അമേരിക്കൻ വിരോധിയായിരിക്കണം. രാവിലെ മുതൽ അമേരിക്ക തെറി പറയും. അമേരിക്ക എന്ത് ചെയ്താലും തെറി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. 24 മണിക്കൂർ അമേരിക്ക തെറി പറയും. അതാണ് അവൻ പുരോഗമനവാദി. ആ പട്ടം കൊടുക്കുന്ന AKG സെൻറ്ററിൽ നിന്നാണ്, അല്ല അവിടുത്തെ AKG ഭവനിൽ നിന്നാണ് ഈ പട്ടം. രണ്ടാമത് ഇപ്പോൾ ഹിന്ദു മതത്തെ തെറി പറയുന്ന ഒരു ഫാഷനായിട്ട് വന്നിട്ടുണ്ട്. ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ തെറ്റായ നിലപാടിനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൈന്ദവം എന്ന് പറയുന്ന എന്തിനേയും എതിർക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തിനേയും അതും പുരോഗമനവാദിയുടെ ലക്ഷണമായിട്ടും എടുത്തണിയുകയാണ്. ഇതിൻ്റെ കാരണം അമേരിക്കയോടുള്ള അപകർഷതാബോധമുണ്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുണ്ട്. അമേരിക്ക ഇത്തിരി ഇതാണ്. ഇനി ഇവർക്കെല്ലാം ഇവിടെ CPM ഞാൻ എടുത്ത് പറയാം, ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഈ മുദ്രാവാക്യം ഈ നരേറ്റീവ്സ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന CPM ആണ്. ഇന്ന് കേരളത്തിൽ ഒരു കൽപ്പണി തൊഴിലാളിക്ക്, ഒരു മരയാശാരിക്ക്, മറ്റ് സാധാരണ തൊഴിലാളിക്ക് ഇത്രയും കൂലി കിട്ടുന്നതിൻ്റെ കാരണം എന്താ? അതാലോചിക്കുന്നുണ്ടോ? ഇവരെയാണ് CIT എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കാൻ വഴി വിളിച്ചുകൊണ്ട് പോവുക. ഇവർക്ക് കൂലി കിട്ടുന്നത് അങ്ങനെ ആലോചിച്ച് വന്നു. എവിടുന്നാണ് കൂലി കിട്ടുന്നത്? വിദേശത്ത് പോയി പണിയെടുക്കുന്നവർ അവിടുന്ന് അയക്കുന്ന പണം കൊണ്ട്, അമേരിക്കയിലും ഗൾഫിലൊക്കെ ആകും, അവിടുന്ന് അയക്കുന്ന പണം ഇവിടെ വരുമ്പോൾ കൂടുതൽ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി. ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബലത്തിലാണ് ആർക്ക് കൂലി കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് ലോകത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ചിത്രത്തിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് അമേരിക്ക ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറയുന്നത്. അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മുദ്രാവാക്യം വിളിക്കാനല്ലാതെ, എവിടെയെങ്കിലും കിടന്ന് മുദ്രാവാക്യം വിളിക്കാനോ കോലം കത്തിക്കുന്നോ അല്ലാതെ അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അമേരിക്കയുടെ ചരിത്രം ഇവർക്കറിയാമോ? അമേരിക്ക ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയും. അമേരിക്കയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. കഴിഞ്ഞ 1776 200 വർഷം അല്ലെങ്കിൽ 250 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ അമേരിക്കൻ ഭൂമിയുടെ അകത്ത് ആകെപ്പാടെ വേൾഡ് ട്രേഡ് സെൻറ്റർ പോയി ബോംബിട്ടു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു വിദേശ സൈന്യം അമേരിക്കൻ രാജ്യത്ത് കിടന്ന് യുദ്ധം ചെയ്തിട്ടുണ്ടോ? എല്ലാ വർഷവും 4 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ടോ? ഉണ്ടോ? തെരഞ്ഞെടുപ്പുണ്ടോ? ആലോചിക്കുക. ജനാധിപത്യം നടക്കുന്നുള്ളൂ. ബാക്കി രാജ്യങ്ങളിലോ? ചൈനയിലുണ്ടോ? റഷ്യയിലുണ്ടോ? ഉത്തര കൊറിയയിലുണ്ടോ അത്തരം തിരഞ്ഞെടുപ്പ്? പാർട്ടി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രം. പക്ഷേ എന്നിട്ടും അമേരിക്ക എതിർക്കുന്ന അല്ലെ ഖൊമേനിയെ എന്ത് ചെയ്യുന്നു? ഖൊമേനി വളരെ പുണ്യാളൻ. അവിടുത്തെ സ്ഥിതി തന്നെ, ഇറാനിലെ സ്ഥിതി തന്നെ. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കുരു ചെയ്ത രാജ്യം ഇതാണ്, ഖൊമേനിയുടെ ഇറാനാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ, മാവോസത്തിനൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അമേരിക്ക അപ്പുറത്തുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളങ്ങ് മറക്കും. ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അമേരിക്കയെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഖൊമേനി വേണം. അമേരിക്ക അനുകൂലിച്ചിരുന്ന ഷാ ഏറ്റവും വലിയ പിന്തിരിപ്പനും ബൂർഷ്വായായിരുന്നു ഒരു കാലത്ത്. അമേരിക്കയ്ക്ക് അനുകൂലമായിരുന്നു. അയാളെ പുറത്താക്കി ഖൊമേനി വന്നു. ഖൊമേനി ആദ്യം ചെയ്ത പരിപാടി നല്ല കാര്യം എന്ന് വേണം പറയും. അവിടെയുള്ള ഈ മുദ്രാവാക്യം വിളി തൊഴിലാളികളെ മുഴുവൻ പൂശി കളഞ്ഞു. അതായത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇറാനിലാക്കി ആധുനിക കാലഘട്ടത്തിൽ. എന്നിട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല ഇറാനുള്ള സ്നേഹം. ഇനി ഒറ്റ കാര്യം കൂടെ എടുത്തു. ഇറാനെ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ, കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്ന ഇതിൽ നമ്മൾ പറഞ്ഞതാണ്. ഖൊമേനിയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരാണ് കുവൈറ്റിന് ഇറാഖിൻ്റെ കയ്യിലിരുന്നേനെ. ഖൊമേനിക്ക് തടയാൻ പറ്റുമോ? സദ്ദാം ഹുസൈൻ്റെ കയ്യിലിരുന്ന് ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇറാനിൽ നമുക്കറിയാം 2022 ഒരു വലിയ പ്രക്ഷോഭം, അതായത് ജനാധിപത്യത്തിന് വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടുന്ന ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഈ മഹ്സ അമീനിയെ പോലുള്ള കൃത്യമായിട്ട് ഹിജാബ് ധരിച്ചില്ല എന്നതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മരണം, കൊലപാതകമായിരുന്നു അവർക്ക് സംഭവിച്ചത്. ലോകം മുഴുവൻ വലിയ ചർച്ചയായി. ഇവിടെ മഹ്സ അമീനിക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗം നിന്നുകൊണ്ട് ഇറാനിന് ജനാധിപത്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? തൊട്ടടുത്ത് പാകിസ്ഥാനിലെ മലാല എന്ന് പറഞ്ഞ കൊച്ചു പോയി ബോംബ് വെച്ച് തകർത്ത. അതെ, എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ പ്രക്ഷോഭം, നമ്മളെ നാട്ടിൽ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷേധം നടത്താത്തതിൻ്റെ കാര്യം, ഒന്ന്, അവർക്കിവിടെ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇഷ്യൂ വേണം. അല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ പ്രശ്നം ഇല്ലേ, പലസ്തീനില് ഗാസ വിഷയത്തില് കഫിയ ധരിച്ചുകൊണ്ട് വലിയ ഷോ കാണിക്കാനായിട്ട് പിണറായി വിജയനും പാർട്ടിക്കൊക്കെ പറ്റുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇറാനില് മഹ്സ അമീനിയെ പോലുള്ള സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് തെരുവിലൂടെ, നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് നടത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടത്? ആയത്തുള്ള ഖമേനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു? എടുക്കുകയല്ല.
ഇപ്പം സജീവമായിട്ട് രണ്ട് ബന്ദിൻ്റെ സമയം കഴിഞ്ഞു. ബന്ദിൻ്റെ സമയം കഴിഞ്ഞ ആയത്തുള്ള ഖൊമേനി ഇറാൻ എന്ന് പറഞ്ഞ ഷിയ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അതൊരു സുന്നി മുസ്ലിം രാജ്യമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ രണ്ട് ബന്ദ് കഴിഞ്ഞാൽ. ഷിയകൾ കുറവാണ് കേരളത്തിലും ഇന്ത്യയിലും. അതുകൊണ്ട് മാത്രം. അപ്പോൾ ഈ ഫാസിസ്റ്റിൻ്റെ മോഡിയും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്, മോഡി ഫാസിസ്റ്റ് ആണെങ്കിൽ മോഡി ഇപ്പോൾ ഫാസിസ്റ്റ് ആകാൻ പറ്റില്ല. അധികാരം കിട്ടുന്നതിന് മുമ്പ് മോഡി ഫാസിസത്തിൻ്റെ ടെൻഡൻസി കാണിച്ചിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അല്ല, മോദി ഫാസിസ്റ്റ് ആണോ എന്നുള്ളത് വേറൊരു വിഷയം. അല്ല, നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു കാര്യം അതിൽ പറയാം. ലോകത്തിലെ നരാധമന്മാരായിട്ടുള്ള, ഏകാധിപതികളായിട്ടുള്ള, വൃത്തികെട്ടവന്മാരായിട്ടുള്ള നിരവധി ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരെ വെച്ച് നമ്മളൊന്ന് നരേന്ദ്രമോദിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മനസ്സിലാക്കലും നിലപാടും അനുസരിച്ചിട്ട് ശുദ്ധപാവവും വളരെ നല്ല മനുഷ്യനുമാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആ കാര്യത്തിൽ ഇതൊന്ന് അത് കുറച്ചുകൂടെ ലിബറലായിട്ട് പറഞ്ഞു. മോഡിയുടെ ലിബറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മിനിമം 2 പ്രാവശ്യം 2 ടൈം ഇലക്ഷൻ നടന്നോ, തെരഞ്ഞെടുപ്പ് നടന്നോ, ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്നതാണ്. ഇറാന് നടക്കുമോ? ആയത്തുള്ള ഖൊമേനിയെ മാറ്റാൻ പറ്റുമോ? ആയത്തുള്ള ഖൊമേനി എതിർക്കുന്നവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് ഭരണഘടന എഴുതി വെച്ച രാജ്യം ഇറാൻ. ആ രാജ്യത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് അവിടെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പഴുതുണ്ടാക്കി കൊടുത്തേരാ ഇവരുടെ അടിച്ചമർത്തലുകളാണ്. നല്ല വിഭാഗം ജനങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഇവൻ അത്ത് കിട്ടുന്നത്. ഭയങ്കരമായ ആഹ്ലാദപ്രകടനങ്ങൾ നടന്നു. അത് നമ്മുടെ പത്രത്തിൽ വാർത്തയല്ല, നമ്മുടെ ചാനലിൽ വാർത്തയല്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. നാളെ അവിടെ ഭരണക്രമത്തെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റപ്പെടും. അപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതലായിട്ട് ഖൊമേനി 10 ഇരട്ടി, മോഡിയേക്കാൾ 10 ഇരട്ടി, മോഡിയും ഖൊമേനിയായിട്ട് താരതമ്യപ്പെടുത്താൻ പോരാ ഇല്ലേ? അല്ല, അങ്ങനെയല്ല. മോഡിയും ഖൊമേനിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന 2 വ്യക്തികളല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അല്ല, ഞാനത് ചോദിക്കാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദിയെ ഫാസിസ്റ്റ് ആക്കുകയും മോദി വൃത്തികെട്ടവനാണെന്നും മോദി ജനാധിപത്യവാദി അല്ലെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് നേരെ ചൊരിയുന്ന ഇതേ ആൾക്കാർ ആരാണപ്പോൾ ഖമനേയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശബ്ദത പാലിക്കും. ഒന്നിക്കിൽ നിശബ്ദത പാലിക്കും, ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ ഖമനേയി വളരെ പുണ്യാത്മാവായിട്ടുള്ള, ഭൂമിയിലേക്ക് ദൈവം കൊടുത്തയച്ചിട്ടുള്ള ഒരു വലിയ നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അധികം കവിതകളും അതേപോലെ തന്നെ പല സംഗതികളും അവർ പറയുകയൊക്കെ ചെയ്യും. ഇത് ഈ നിലപാടിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നാളെ ഖമനേയിയുടെ പടം ഒരുമിച്ച് പ്രകടനത്തെ കാണിച്ചാൽ അത്ഭുതപ്പെടേണ്ട. വലിയ വിപ്ലവകാരിയായിരുന്നു. ഇറാനിലെ വർഗ സമരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. തൊഴിലാളി വർഗത്തിന് വേണ്ടി നിന്നിരുന്ന ആളാണ് ഖമനേയി എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ലാത്തവരവർ. കാരണം ഇവർക്ക് കേരളത്തിൽ മാത്രമേ താനുള്ളല്ലോ. ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ ഈ കേരളത്തിൽ ഇവർക്ക് ആവശ്യം എന്നാ? വോട്ട് കിട്ടണം, ഇലക്ഷനിൽ ജയിക്കണം. അതിനുള്ള കുറുക്ക് വഴി എല്ലാം നോക്കും. അല്ലാതെ ഇവർ പറയുന്ന ഒന്നിനോടും ഒരു പ്രത്യയശാസ്ത്രത്തോടും ഖമേനിയോടും ആത്മാർത്ഥതയില്ല, ട്രംപിനോടും ആത്മാർത്ഥതയില്ല, എന്തിനാ ഉത്തര കൊറിയക്കാരനോടും ചൈനക്കാരൻ ആരോടും ആത്മാർത്ഥതയില്ല. ഇവിടെ എങ്ങനെയെങ്കിലും പിണറായി വിജയന് 3ാം ടൈം കിട്ടണം. അതിനുള്ള മാർഗ്ഗം എന്താണ്? ആ മാർഗ്ഗം നോക്കും. അങ്ങനെ വന്ന് ത്രിപുര തീർന്നു, ബംഗാളിൽ തീർന്നു. ഇപ്പോൾ എവിടെയാണ് മിച്ചം നിൽക്കുന്ന? എവിടെയാണ്? കേരളത്തിൽ മാത്രം. അത് നിലനിർത്താനുള്ള കൈകാലിട്ടടി എന്നൊക്കെ നമ്മൾ പറയല്ലേ, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ ആ കൈകാലിട്ടടിയാണ് കാണുന്നത്. ഇപ്പോൾ വീണ് കിട്ടിയൊരു അവസരമാണ് ഇറാനിൽ അമേരിക്ക കൊണ്ട് ബോംബിട്ടത്, അല്ലെങ്കിൽ ഇസ്രായേൽ ബോംബിട്ടത്. അത് ഉടനെ ഉപയോഗിക്കാം. ഇതില്ലായിരുന്നു ഇവരാകെ വിഷമിച്ചിരിക്കുക. ആകെപ്പാടെ വീണ ജോർജിൻ്റെ നാടകം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അത് മറികടന്ന് ഇപ്പോൾ ഇത് വന്നു. ഇതിലൂടെ പറയാനൊരു കാരണമായി. തൽക്കാലം ശബരിമലക്കുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നുണ്ടോ? വീണ ജോർജിനെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ. അവരുടെ ആ ഒരു കാര്യത്തിൽ അവർക്ക് പ്രതിപക്ഷത്തെ പറ്റിക്കാൻ പറ്റി. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇവിടുത്തെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഉക്രൈനിൽ കുറേ അധികം ജനങ്ങൾ മരിച്ചല്ലോ. ഇഷ്ടംപോലെ പേര് മരിച്ചല്ലോ. ഉക്രൈനിലെ ജനത്തിന് വേണ്ടി ഉക്രൈനിലെ ജനത്തിന് വേണ്ടിയിട്ട് ഇവർ തെരുവിലിറങ്ങിയോ? ഇവർ പറയുന്നു തങ്ങൾ വലിയ മാനവിക ബോധമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നില്ല തട്ടിപ്പ് ഡയലോഗുകൾ ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇങ്ങനെയുള്ള ഉക്രൈനിലെ ജനങ്ങളും വഹിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. നിശബ്ദത, പരിപൂർണ നിശബ്ദത. ഏറ്റവും ക്രൂരമായ ന്യൂസ്, ഇസ്ലാമിനെ അടിച്ചമർത്തുന്ന, മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന ഏറ്റവും ക്രൂരമായ ന്യൂസ് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഉറുഗ്വേ പ്രൊവിൻസ് ഉണ്ട്, അവിടുത്തെ ഉറുഗ്വേ. അപ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയ, 2-3 ഗ്രാമങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. അവിടെ ചൈനീസ് പട്ടാളം ചെന്നിട്ട് ചെയ്യുന്നത്, ഞാൻ 2-3 സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ചെയ്യുന്നത് ഈ രാത്രി ചെന്നിട്ട് ഈ ചൈനീസ് പട്ടാളം അവിടെയുള്ള ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യും. ബലാത്സംഗം ചെയ്തിട്ട് വെറുതെ പോകല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറയും,
അബോർഷൻ ചെയ്യാൻ പാടില്ല. ഉം. അത് വംശീയമായി അവരുടെ ചൈനയുടെ പാരമ്പര്യത്തെ തകർക്കുക എന്നുള്ളതാണ്. പറഞ്ഞു ആ പാരമ്പര്യം തകർക്കാൻ വേണ്ടിയാണ് ഈ ഇത്രയും ക്രൂരത ലോകത്ത് ഇവിടെ ഒരു പട്ടാളം ചെയ്തിട്ടില്ല. ചൈന ചെയ്യുന്ന പോലെ. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇവിടെ ഒരു സ്വരാജിൻ്റെ വായിൽ ഒന്നുമില്ല, സുനിൽ പീളടത്തിൻ്റെ വായിൽ ഒന്നുമില്ല, ആരുടെ വായിലും ഒന്നുമില്ല, അനിൽകുമാറിൻ്റെ വായിലും ഒന്നുമില്ല. എല്ലാവരും മൗനി ബാബകളാണ് ചൈന ചെയ്യുന്ന മുസ്ലിങ്ങളോട് ചെയ്യുന്ന. ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കും പ്രതിഷേധമില്ല. ചൈന ചെയ്യുന്ന ഇവിടുത്തെ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് പ്രകടനം നടത്താൻ ഇവിടെ SDP തയ്യാറാവുന്നുണ്ട്. അതിന് അത് അമേരിക്ക ആയിരുന്നെങ്കിൽ, അമേരിക്കയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നെങ്കിൽ, ഇസ്രായേലിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. മറിച്ച് അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം വംശീയമായ വെറുപ്പിനേക്കാൾ കൂടുതൽ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം, അധികാരത്തിൻ്റെ രാഷ്ട്രീയം, അത് എന്തും ഉപയോഗിച്ച്. അപ്പം കാർൽ മാർക്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ചെയ്തു. അത് ആ പോളിസി പിന്തുടരണം. നാളെ ഇവർ അമേരിക്കയ്ക്ക് അനുകൂലമാകുമെന്ന് കണ്ടിട്ടുണ്ടോ? ആയിട്ടില്ലേ? സെക്കൻഡ് വേൾഡ് വാറിലായില്ല. അവസാന ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കേണ്ടി വന്നല്ലോ, റഷ്യക്ക് നിൽക്കേണ്ടി വന്നല്ലോ. അതിൻ്റെ നിൽക്കേണ്ടി വന്നേ. അപ്പോൾ അങ്ങനെ ഇവർക്ക് അഭിപ്രായം എന്ന് പറയുന്നത് മോഡിയെ ഇപ്പോൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുകയും ഖൊമേനിയെ വിമോചന തൊഴിലാളി അല്ലെങ്കിൽ മനുഷ്യന്റെ വിമോചനത്തിന്റെ വലിയ നേതാവാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അവർ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് 10 വോട്ട് കിട്ടണം. മനുഷ്യന്റെ വലിയ വിമോചനത്തിനായിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ച ഖൊമേനി ഒരു വലിയ നേതാവാണ്, ശുദ്ധ മനുഷ്യനാണ് ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ചോദ്യം കൊണ്ട് ചോദിക്കും, അമേരിക്ക ശിക്ഷിക്കാൻ തന്നെ അവകാശം ചോദിക്കും. അങ്ങനെ ലോകത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ലോകത്ത് ഒറ്റ രാജ്യം, പല രാജ്യം ഉണ്ടായി. എങ്ങനെയാണ് ലോകത്ത് പല രാജ്യങ്ങളുണ്ടായി? എങ്ങനെയാണ്? എത്രയോ രാജ്യങ്ങളുണ്ടാവും. നാളെ മാറാം. ഈ ഭൂമിശാസ്ത്രപരമായ അതിലൊക്കെ നാളെ മാറാം, എങ്ങോട്ടും മാറാം. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ശിക്ഷിക്കാൻ അവകാശമുണ്ടോ ഇല്ലെന്നുള്ളത് അമേരിക്ക ശക്തമായതുകൊണ്ട് അവർ ചെയ്യുന്നു മാത്രം അങ്ങ് വിചാരിച്ചാൽ മതി. ശക്തിയില്ലെങ്കിൽ ഇവർ സമ്മതിക്കുമോ? ഇറാൻ ദുർബലമല്ലെങ്കിൽ ഇവർ സമ്മതിക്കുമോ? ഇറാൻ അത്രമാത്രം ദുർബലമായ രാജ്യമായതുകൊണ്ട് അമേരിക്ക ഇടപെടാൻ പറ്റുന്നത്. ഇന്ത്യയെ പോലും അത്രയും ധൈര്യത്തിൽ അമേരിക്ക വരികയില്ല. ചൈനയിൽ ചെല്ലുമോ? ഇറാൻ അത്ര ദുർബലമായ ഭരണകൂടവും ഭരണാധികാരികളുമായിരുന്നു ഇറാനിലുണ്ടായിരുന്നത്. പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനിൽ കയറി മെഴുകാൻ അവസരം ഉണ്ടായി എന്നുള്ളത്. എന്തായാലും ആയത്തുള്ള അലി ഖൊമേനിയെ വെള്ളപൂശുകയും ന്യായീകരിക്കുകയും അതേപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെയൊക്കെ ന്യായീകരിക്കുകയും വെള്ളപൂശിയൊക്കെ ചെയ്യുന്ന ആളുകൾ നരേന്ദ്രമോദിയെ ദയവ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ വരാതിരിക്കുക എന്നാണ് ഈ കാര്യത്തിൽ എന്നാണ് പറയാനുള്ളത്.